നേതാക്കളെ, ആദരം നിറഞ്ഞ ഗുരുവര്യന്മാരെ, ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായ മുഹമ്മദ് അലി സാഹിബ്, ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യനായ ജബ്ബാർ സാഹിബ്, നമ്മളോട് ഈ പൊതുസമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ച സെദിയർ കീച്ചേരി, ഫറൂഖ് സാഹിബ്, മറ്റ് വേദിയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സമുന്നതരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഈ പ്രദേശത്തെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ, മുസ്ലിം ലീഗിന്റെ നുണപ്രചരണങ്ങൾക്കെതിരെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തരത്തിലൊരു പൊതുസമ്മേളനം ഈ പ്രദേശത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വളരെ വിനയത്തോടുകൂടി ഒരിക്കൽ കൂടി പറയാനുള്ളത്, നിങ്ങളോട് തായം കളിക്കാനോ നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ പ്രതിരോധത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കത്തിനോ അല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. ഈ പാർട്ടി പ്രഖ്യാപിച്ചിട്ട് 6.5 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ദീർഘവീക്ഷണമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കോ പ്രവർത്തകർക്കോ ഏതെങ്കിലും തരത്തിൽ ഉറക്കത്ത് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത അത്ര വലിയ വളർച്ച 6.5 വർഷം കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേടിയെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ മുദ്രാവാക്യം കോഴി ബിരിയാണിയും പോത്തു ബിരിയാണിയും മലപ്പുറവും തിരൂരും താനൂരും കുറ്റിപ്പുറം പാലവും ഫറോക്ക് പാലവും അല്ല ഞങ്ങളുടെ മുദ്രാവാക്യം. നിങ്ങളെന്താ കരുതിയത്? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പിറകെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? ഇത് ദീർഘവീക്ഷണത്തിന്റെ രാഷ്ട്രീയമാണ്. 2009 ജൂൺ 21 തീയതി ഇത് പിറവിയെടുത്തത് ഡൽഹിയിലാണ്. ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് അങ്ങ് ഡൽഹിയിലെ ബട്ട്ല ഹൗസിലാണ്, കോഴിക്കോട്ടങ്ങാടിയിലല്ല. ഈ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി കൂടുമ്പോ ഇതിന്റെ ദേശീയ പ്രസിഡന്റ് തന്നെയാ ഇതിന്റെ അധ്യക്ഷൻ. അല്ലാതെ ദേശീയ പ്രസിഡന്റിനെ ഉമ്മാക്കനായി ഇരുത്തിയിട്ട് സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷനാകുന്ന പാർട്ടിയല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. യൂത്ത് ലീഗുകാരൻ മനസ്സിലാക്കേണ്ടത്, നിന്നെയൊക്കെ മുദ്രാവാക്യത്തിന്റെ എത്രയോ മുകളിലാണോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ? നീ എന്താ മനസ്സിലാക്കിയത്? കേരളത്തിലെ 4, 3, 7 പഞ്ചായത്ത് മെമ്പർമാരെ ഉണ്ടാക്കാൻ പ്രഖ്യാപിച്ച പാർട്ടിയായത് എന്നോ? നിങ്ങളെന്തിനാ പൂവാലന്മാര് പള്ളിക്കൂടം വിട്ടുപോകുന്ന പെമ്പിള്ളേർ പിറകിൽ നടക്കുന്നത് പോലെ ഒരു മോഹവുമായി ഞങ്ങളുടെ പിറകെ നടക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങളോട് താല്പര്യമില്ല. നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളോട് തായം കളിക്കാനോ താല്പര്യമില്ല. പക്ഷേ ഞങ്ങളുടെ പിറകെ വന്നാൽ മുൻപോട്ട് പോകുന്ന വഴിയിൽ തടസ്സം നിൽക്കുന്നവരോട് മാന്യമായ ഭാഷയിൽ ചിലത് പറയുകയും പിന്നെ എങ്ങനെ സംസാരിക്കണമെന്ന് നന്നായി അറിയുകയും ചെയ്യുന്ന പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇരുട്ടിയിലെ ഈ പൊതുയോഗം, ഇരുട്ടിയിലെ ഈ പൊതുസമ്മേളനം, ഇരുട്ടിയിലെ ഈ ഒരു മുന്നറിയിപ്പ് അതിന്റെ ഭാഗം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുദ്രാവാക്യം, വലിയ ദൗത്യം, രാജ്യം ആഗ്രഹിക്കുന്ന വലിയ ഏറ്റെടുക്കലുകളുമായി രാജ്യത്ത് പറവിക്കെടുത്ത പാർട്ടിയാണ് SDPI. കേവലം ചെറിയ മുദ്രാവാക്യങ്ങളല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടേത്. ഇനി വരുന്ന 6-ാം തീയതി എന്താ മതേതര സംഗമം ഞങ്ങളുടെ ആക്രമണത്തിനെതിരെ. SDPIയുടെ അതേപോലെ തന്നെ നാട്ടിൽ ഇപ്പോൾ ഇല്ലാത്ത ഏതൊക്കെയോ സംഘടനയുടെ പേര് വെച്ച് ഞങ്ങളുടെ പിറകെ വരുന്നവർ ചില കാര്യങ്ങൾക്ക് ഞങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. കേരളത്തിലെ പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഞാനിത് പറയുമ്പോ ഈ പൊതുയോഗം, ഈ പൊതുസമ്മേളനം ഇരുട്ടിയിൽ നടക്കുമ്പോ ഈ പ്രസ്ഥാനത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികൾ ഇതൊരു മുസ്ലിം പാർട്ടിയാണെന്ന് കരുതുകയോ ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് തെറ്റിദ്ധരിക്കുകയോ ചെയ്യരുത്. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് മുസ്ലിം ലീഗിനോടാണ്. അതുകൊണ്ട് ചിലപ്പോ
മുസ്ലിങ്ങളുടെ ചില ചോദ്യങ്ങൾ മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് മുസ്ലിം ലീഗിനോട് ചോദിക്കേണ്ടി വരും. എന്താ നിങ്ങളുടെ പരിപാടി? മുസ്ലിം ലീഗിന്റെ പരിപാടി എന്താണ് നിങ്ങളുടെ മുദ്രാവാക്യം എന്ന്? ഫാസിസം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം മാത്രം 450-ലധികം കലാപങ്ങൾ ഈ രാജ്യത്ത് നടന്നതിനു ശേഷം രാജ്യത്തെ മുസ്ലിങ്ങളോട് നാഴികക്ക് 40 വട്ടം സാദി പ്രാച്ചിയും അതേപോലെ തന്നെ പ്രവീൺ തൊഗാഡികയും ഒക്കെ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോ എന്താ മുസ്ലിം ലീഗേരാ നിന്റെ പരിപാടി? ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മുടെ നാട്ടില് ശ്രീകൃഷ്ണൻ എല്ലാവർക്കും ആണല്ലോ. ശ്രീകൃഷ്ണൻ ജമാഅത്തിന്റെ പള്ളി, മുജാഹിദിന്റെ പള്ളി, എപിന്റെ പള്ളി, ഈക്കന്റെ പള്ളി, സുന്നിന്റെ പള്ളി എന്നൊക്കെ പറയുന്നത് മാതിരി ഇപ്പൊ CPM-ന് ശ്രീകൃഷ്ണൻ, RSS-ന് ശ്രീകൃഷ്ണൻ, കോൺഗ്രസിന് ശ്രീകൃഷ്ണൻ, SNDP-ക്ക് ശ്രീകൃഷ്ണൻ, NSS-ന് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണ ജയന്തി നടക്കുകയാണ് നാട്ടിൽ. ഓരോ പാർട്ടികളും ഓരോ സംഘടനകളും ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള ജാഥ നടത്തുന്നു. കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാർ ഞമ്മന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോ കേരളത്തിന്റെ ആഭ്യന്തരം കൈയാളുന്ന സംഗീതായര് ഏറ്റവും അവസാനം ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തല്ലി തകർത്ത RSS-ന്റെ പ്രവർത്തകരെ വെറുതെ വിട്ടപ്പോ, സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടപ്പോ ചില ചോദ്യം ഞങ്ങൾക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുണ്ട്. ചില ആളുകൾ ആരോപിക്കുന്നത് പോലെ രമേശ് ചെന്നിത്തല നായരുടെ മുണ്ടൊന്ന് പൊക്കി നോക്കണമോ, അടിയിൽ കാക്കി ട്രൗസറാണോ എന്നൊരു സംശയം ഇന്ന് കേരളത്തിൽ പാടെയുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആ രമേശ് ചെന്നിത്തലയാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും ലേഖനം എഴുതുന്നത്. ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് RSS-ഉം സംഘപരിവാരവും നടത്തുന്ന ശ്രീകൃഷ്ണ ജയന്തിയുടെ റാലികളിൽ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? ചന്ദ്രികയിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. വല്ലാത്തൊരു പത്രാണല്ലോ ചന്ദ്രിക. ദുനിയാവില് ഇമാതിരി വിചിത്രമായ പത്രം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആരെന്ത് അന്തക്കേട് കാണിച്ചാലും അപ്പൊ ചന്ദ്രിക ഏറ്റെടുക്കും. ഒരു സാധനം ഉണ്ടല്ലോ, നാദാപുരത്ത് സൂപ്പി നെരിക്കാട്ടേരി 5 കുട്ടികളെ ബോംബുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചു. എന്നാൽ ഒരു ചങ്ങായി, ഭൂമിക്ക് കാറ്റടിച്ച് കിടക്കുന്ന ഒരു ചങ്ങായി ഇവിടെ പ്രസംഗിക്കുമ്പോ പറയുന്നത് കേട്ടു, SDPയുടെ പ്രവർത്തകരോടൊക്കെ ഒരു ഗ്രൗണ്ടിൽ വരാൻ. ചങ്ങായിമാരെ ഞാനൊരു കഥ പറഞ്ഞു തരാം. ഇവിടെ നിന്ന് ഒരു ടാക്സി വിളിക്കുക, എന്നിട്ട് നേരെ പാൽച്ചുരം വെച്ച് പിടിപ്പിക്കുക. പാൽച്ചുരം കയറിയാൽ ബോയ്സ് ടൗണിൽ നിന്ന് വലത്തോട്ട് ഓടി ഒരു 18 കിലോമീറ്റർ ഓടിയാൽ പീച്ചംകോടി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് വയനാട് ജില്ലയിൽ. സ്ഥലം കൃത്യമായി പറഞ്ഞു തരാം, എഴുതി വെച്ചോ. ഏതെങ്കിലും യൂത്ത് ലീഗുകാർ പോത്തു ബിരിയാണി തിന്നാൻ പോയിട്ടില്ല എങ്കിൽ എഴുതി വെച്ചോ. എന്നിട്ട് ഈ സാധനത്തിന് പറഞ്ഞു കൊടുക്ക്. അല്ലെങ്കിൽ മറ്റന്നാൾ ഇവിടെ വന്നിട്ട് മതേതര സംഗമം നടത്തുന്ന, ഞങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന SKSSF-ന്റെ മുഖപത്രമായ എന്താ പത്രത്തിന്റെ പേര്, സുപ്രഭാതം പത്രത്തിൽ ഇവൻ മതവിരോധിയാണ് എന്ന് അമ്പലക്കടവ് ഫൈസി ലേഖനം എഴുതിയ ശശികല ടീച്ചറുടെ നേരാങ്ങള ഇപ്പൊ ഇതാ സ്വർണ്ണക്കടത്തുകാർക്ക് കാർ ഓടിക്കാൻ നടക്കുന്നവരോട് ഇത് എഴുതി കൊടുത്ത് ഈ സ്ഥലത്തിന്റെ പേര് എഴുതി കൊടുക്ക്. പീച്ചംകോട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. കഴിഞ്ഞ ദിവസം ഒരു 10-35 യൂത്ത് ലീഗേര് വിളിക്കേണ്ടത് വേറെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിരോധിച്ച ഒരു സാധനം ഉണ്ടല്ലോ, ഇവിടുത്തെ NDA സർക്കാർ നിരോധിച്ച ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന്റെ പേര് വെച്ചിട്ടാ ഈ ചങ്ങായിമാരെ വിളിക്കേണ്ടത്. ഞങ്ങളുടെ മര്യാദ അതല്ലാത്തത് കൊണ്ട് വിളിക്കുന്നില്ല. 10-35 രാത്രി ലീഗിന്റെ പോസ്റ്റർ ഒട്ടിക്കുകയാണ്. നാട് എന്നൊക്കെയാണ് ലീഗാർ. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോ നാട് എന്നൊക്കാൻ വേണ്ടി നടക്കുകയാണ്. ഞങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിന്റെ ഡേറ്റ് കഴിഞ്ഞ ഒരു ഫ്ലക്സ് ബോർഡ് എടുത്ത് അമ്പലപ്പറമ്പിൽ എറിഞ്ഞു. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൊടിമരം പിഴുതെറിയാൻ നോക്കിയപ്പോ 4 പ്രവർത്തകര്, എഴുതി വെച്ചോ, 4 പ്രവർത്തകര് ഗ്രൗണ്ടിലേക്കൊക്കെ വിളിക്കുമ്പോ നന്നായി ആലോചിച്ചിട്ട് വിളിച്ചാൽ മതി. 4 പ്രവർത്തകര്, 2 ആളുകൾ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ. കുതിരികേരി കേട്ടോ, 2 ആളുകൾ വെല്ലുവിളിക്കുന്നവർ കേട്ടോളൂ. 2 ആളുകൾ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം, ക്യാമ്പസ് ഫ്രണ്ട്. ഈ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ MSF-ന്റെ ഞങ്ങളുടെ അതുപോലെയുള്ള ഇവിടുത്തെ കേരളത്തിലെ ഒരു സാമൂഹിക സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ 2 പ്രവർത്തകർ, സുഡോപ്പിയിലേക്ക് ഇപ്പൊ അടുത്ത് കടന്നു വന്ന ഒരു പ്രവർത്തകൻ. ഞങ്ങൾ അത്ര ഈമാനൊന്നും ആയിട്ടില്ല. RSS-ന്റെ കാക്കി ട്രൗസർ കാണുമ്പോ മുട്ടുപറക്കാത്ത അത്രയും ആയിട്ടില്ല. അടുത്ത് വന്ന ഒരു പ്രവർത്തകൻ, പിന്നെ കുറച്ച് പഴക്കം ചെന്ന ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനും, 35-ലധികം മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ, കളവന്മാരൊന്നുമല്ല, നല്ല ചെറുപ്പക്കാര്. അതിലൊരു 60% ചെറിയൊരു അന്തക്കുറവുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊതുമേഖല സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി
ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സഹായിക്കുന്നതിന്റെ ഭാഗമായി രാവിലെ വൈകുന്നേരം പോയി ക്യൂ നിന്ന് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്ന് ഉപയോഗിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചില പ്രവർത്തകര് പൊതുമേഖലയെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. ആ പൊതുമേഖലയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെയാണ്. ഞങ്ങൾ പറഞ്ഞു, മക്കളെ നമ്മളെ ഫ്ലക്സ് ബോർഡ് എടുത്ത് ഇവിടെ വെക്ക്, ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡ് എടുത്ത് ഇപ്പുറം വെക്ക്. കുട്ടികൾ പറഞ്ഞു, ഈ 4 കുട്ടികൾ പറഞ്ഞു. ലീഗേർ ചോദിച്ചു, അല്ല നിങ്ങളെന്താ ചെയ്യാ? നമ്മളൊന്നും ചെയ്യൂല, നമ്മുടെ ഫ്ലക്സ് ബോർഡ് എടുത്ത് നിങ്ങളൊന്ന് നേരെ വെച്ചാൽ മതി. നിങ്ങളെന്തിനാപ്പ നമ്മളെ ഫ്ലക്സ് ബോർഡിന്റെ മേലെ കുതിര കയറുന്നത്? ലീഗേർ പറഞ്ഞു, എന്നാ നിങ്ങൾ എന്തെങ്കിലും ചെയ്, എന്നാ ഞങ്ങൾ ചെയ്യട്ടാ, നിങ്ങൾ ചെയ്. 4 കുട്ടികൾ അടി തുടങ്ങിയപ്പോ 35 ഓടിയ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല. സ്ഥലത്ത് വന്നാൽ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തരും. എന്നിട്ട് ഗ്രൗണ്ടിലേക്ക് വെല്ലുവിളിക്കുക. എന്താ അന്തക്കേടാ ചങ്ങായിമാരെ ഇത്? വെറുതെ വാങ്ങി വെച്ചിട്ട് നിങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയാ വന്നോട്ടെ, ഇരിട്ടിയിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിക്ക് തരാം, ഞങ്ങൾ അതിനൊക്കെ റെഡിയാ. മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ആണെങ്കിൽ ഇരുട്ടിയിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിക്ക് ഞങ്ങൾ തരാം. ഞങ്ങൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. ആളുകളെ വെല്ലുവിളിക്കുന്നതിനോടും തല്ലുന്നതിനോടൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ മുദ്രാവാക്യം പറയുകയാണ്, ഞങ്ങളുടെ സമരങ്ങൾ പറയുകയാണ്, ഞങ്ങൾ മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം പറയുകയാണ്. ആ രമേശ് ചെന്നിത്തല നായർ ലേഖനം എഴുതി കേരളത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ. ആ സംഘടന ശ്രീകൃഷ്ണ ജയന്തിയുടെ റാലികൾ നടത്തി, ശ്രീകൃഷ്ണ ഭഗവാന്റെ പേര് പറഞ്ഞ് ജാഥ നടത്തി കേരളത്തിലുടനീളം കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് കേരളത്തിന്റെ മണ്ണിൽ നടത്തുന്നത് എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല നായർ, സംഘി നായർ കേരളത്തിൽ ലേഖനം എഴുതിയ സ്പെഷ്യൽ ബ്രാഞ്ച് രാജ്യത്തോട് വിളിച്ചു പറയുന്നത്, രാജ്യത്ത് യാക്കൂബ് മേമൻ എന്ന് പറയുന്ന മനുഷ്യനെ തൂക്കിക്കൊല്ലുമ്പോ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ അകത്തളങ്ങളിൽ നടന്നത് കറുത്തിരുണ്ട അധ്യായങ്ങളാണ് എന്ന് വിളിച്ചു പറയുമ്പോ ഇന്ത്യ മഹാരാജ്യത്ത് യാക്കൂബ് മേമൻ തൂക്കിലേറ്റപ്പെട്ടു. യാക്കൂബ് മേമൻ മുംബൈയിലെ കലാപത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകരിക്കുന്നില്ല. മുംബൈയിലെ സ്ഫോടനത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. മനുഷ്യനെ പച്ചക്ക് രാവിലെ വീട്ടിൽ നിന്ന് സഞ്ചിയുമായി മാർക്കറ്റിലേക്ക് ഇറങ്ങിയ മനുഷ്യരെ പച്ചക്ക് കൊന്നുകളയുന്ന രാഷ്ട്രീയത്തോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അതിന്റെ തൊട്ടു മുൻപ് നടന്ന കലാപത്തെയും തള്ളിപ്പറയാൻ സാധിക്കുക എന്നതാണ് ഒരു മതേതരത്വ രാജ്യത്തെ മതേതര പ്രസ്ഥാനങ്ങളുടെ, വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തിരിച്ചറിയുന്നു. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് മേമൻ രാജ്യത്ത് തൂക്കിലേറ്റപ്പെട്ടു. തന്റെ രാജ്യത്തിന്റെ നിയമം ഞാൻ അംഗീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സഹോദരന്മാരുടെ അഭ്യർത്ഥനയെ തട്ടിമാറ്റിക്കൊണ്ട് വിദേശ രാജ്യത്ത് ഒളിവിൽ കഴിയുമ്പോ രാജ്യത്തേക്ക് വന്ന മനുഷ്യൻ യാക്കൂബ് മേമൻ രാജ്യത്തിന്റെ മണ്ണിൽ തൂക്കിലേറ്റപ്പെട്ടപ്പോ ഇന്ത്യയുടെ തെരുവുകൾ വരണ്ടുണങ്ങി കിടക്കുകയായിരുന്നു. ഇന്ത്യയുടെ വിപ്ലവ തെരുവുകൾ വരണ്ടുണങ്ങി കിടക്കുകയായിരുന്നു. ശശി തരൂർ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു, മോശമായി പോയി, അനുശോചനം അറിയിക്കുന്നു എന്ന് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു. കോൺഗ്രസ് ആ ട്വീറ്റിൽ കിടന്നുരുണ്ടു. കോൺഗ്രസ് പറഞ്ഞു, ഇത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല. തരൂര് പറഞ്ഞു, എന്റെ അഭിപ്രായമാണ്, പക്ഷെ കോൺഗ്രസിന്റെ അഭിപ്രായമല്ല, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ അഭിപ്രായമല്ല. രാജ്യത്തിന്റെ ജുഡീഷ്യറിയിൽ പോലും ഫാസിസത്തിന്റെ കറുത്ത കരങ്ങൾ ഇങ്ങനെ കൈയിട്ടുകൊണ്ടിരിക്കുമ്പോ കോൺഗ്രസിന് അഭിപ്രായമില്ല എന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാവ് പ്രകാശ് കാരാട്ട് വളരെ കൃത്യമായി അതിനെ ഹൈജാക്ക് ചെയ്തു. പ്രകാശ് കാരാട്ട് പറഞ്ഞു, മോശമായി പോയി, വളരെ മോശമായി പോയി, മാതിരി കലാപരിപാടിയൊന്നും ഇനി രാജ്യത്ത് നടക്കാൻ പാടില്ല എന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യം എന്താണ് യൂത്ത് ലീഗുകാര ആഗ്രഹിക്കുന്നത്? എന്താ ആഗ്രഹിക്കുന്നത്? ഒരു ജനാധിപത്യ രാജ്യം. നിങ്ങൾ ഏതെങ്കിലും നേതാവ് വേണ്ടിയോ? യാക്കൂബ് മേമൻ മരിച്ചറിയോ മക്കളെ? നിങ്ങള് യാക്കൂബ് മേമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ രാജ്യത്ത് തൂക്കിക്കൊന്നിട്ടുണ്ട്. ആ വിവരങ്ങൾ അറിയോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വാർഡിലെ സ്ഥാനാർത്ഥിയാവാനുള്ള അടിയിലാണ് കൂട്ടര്. എന്റെ നാട്ടിലെ ഒരു വാർഡിൽ ചുറ്റുള്ള വാർഡ് വനിതാ വാർഡ്, ഇന്നലെ യൂത്ത് ലീഗിന്റെ ബിരിയാണി കമ്മിറ്റി കൂടിയപ്പോ ചോദിച്ചത്രേ, വനിതാ വാർഡിൽ ആണുങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുമെന്നോ യൂത്ത് ലീഗ് നേതാവ് ചോദിച്ചത്രേ. അമ്മാതിരി അടിയാണ് നാട്ടിൽ നടക്കുന്നത്, അമ്മാതിരി അടി. പഞ്ചായത്ത് മെമ്പർ ആവാൻ എന്റെ നാട്ടിലെ 7 ലീഗിന്റെ നേതാക്കന്മാര് വരിവരിയായിട്ട് വോട്ടർ പട്ടിക എടുത്തു പോകുന്നു. ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചു, ആരാ മത്സരിക്കുന്നത്? ഞാന്. ഇവിടെ ചങ്ങായിമാരെ, യാക്കൂബ് മേമൻ രാജ്യത്ത് മരണപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ പൊതുബോധം യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നിട്ടുണ്ട്. യാക്കൂബ് മേമൻ തൂക്കിക്കൊല്ലുമ്പോ അസിമാനന്ദ സ്വാമി രാജ്യത്തിന്റെ ജയിലിലുണ്ടോ? അസിമാനന്ദ സ്വാമി രാജ്യത്തിന്റെ ജയിലിലുണ്ട്. സ്വാതി പ്രഗ്യാ സിംഗ് താക്കൂർ എന്ന് പറയുന്ന ഈ രാജ്യത്ത് മലേഗാവിലും മക്ക മസ്ജിദിലും അടക്കം സ്ഫോടനം നടത്തിയ സംഘപരിവാരത്തിന്റെ പ്രവർത്തകനുമൊക്കെ ഞാനാണ്. മക്ക മസ്ജിദിൽ സ്ഫോടനം നടത്തിയത് ഞാനാണ്. അജ്മീർ ദർഗയിൽ സ്ഫോടനം നടത്തിയത് ഞാനാണ്. രാജ്യത്തെ മനുഷ്യരെ പച്ചക്ക് കൊന്നുകളഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് രാജ്യത്ത് കലാപമുണ്ടാക്കി സംഘപരിവാരത്തിന്റെ പ്രവർത്തകർക്ക് അധികാരത്തിലെത്താനുള്ള കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഞാനാണ് എന്ന് രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ
സിമാനന്ദ സ്വാമി രാജ്യത്ത് കിടക്കുമ്പോ എന്തുകൊണ്ട് യാക്കൂബ് മേമന് മാത്രം തൂക്കുകയാണ്? എന്തുകൊണ്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂർ രാജ്യത്തിന്റെ ജയിലിൽ കിടക്കുമ്പോ യാക്കൂബ് മേമന് മാത്രം തൂക്കുകയാണ്? കേരളത്തിൽ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്നതിന്റെ ഇടയിൽ പുറത്തേക്ക് തള്ളിയിട്ട് കാമദാഹം തീർക്കുന്നതിന്റെ ഇടയിൽ മരിച്ചുപോയ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നുകളഞ്ഞ ഗോവിന്ദചാമിയെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ജയിലിലേക്ക് പിടിച്ചുകൊണ്ടുപോകുമ്പോ ജനകെട്ടിയ മുടിയുമായി ഉണക്കമത്തി പോലെ ഉണ്ടായിരുന്ന ഗോവിന്ദചാമി ഇനിയിപ്പോ എങ്ങനെയാണോ ഉള്ളത്? പ്രസവം കഴിഞ്ഞ് എണീറ്റ് വന്ന പെണ്ണുങ്ങളെ മാതിരിയുണ്ട് ഗോവിന്ദചാമി. ആ ഗോവിന്ദചാമിക്ക് തൂക്കുകയറില്ല. എന്തുകൊണ്ട്? രാജ്യത്ത് ഇരട്ട നീതി എന്ന് ചോദിക്കാൻ നിന്റെ നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല? പാർലമെന്റിൽ രണ്ടെണ്ണല്ലോ ലഡുവിന് മുന്തിരി വെച്ചത് മാതിരി ഒരു ഉടുപ്പിലാണ്ട് കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. പ്രാവശ്യം മലപ്പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുക. ഈ അഹമ്മദിനെ താങ്ങി പിടിച്ചു കൊണ്ടുപോയി അങ്ങോട്ട് പോകുമ്പോ അഹമ്മദിനോട് പറഞ്ഞ അഹമ്മദ് അങ്ങോട്ടല്ല ഇങ്ങോട്ട്, വാതിലൊന്നും കാണുന്നില്ല സാധുവിന്. പ്രവർത്തകർ രണ്ട് കൈയിലും തൂക്കി അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറെ മുമ്പ് കൊണ്ടുപോയി ഇരുത്തി. റിട്ടേണിംഗ് ഓഫീസർ പറയും ഇവിടെ ഒപ്പോക്ക്, ഇയാൾ ഇങ്ങാപ്പുറം ഒപ്പോക്കും, ഇവിടെ ഒപ്പോക്ക് ഇപ്പുറം ഒപ്പോക്കും. അപ്പോഴാണ് റിട്ടേണിംഗ് ഓഫീസർ ചോദിച്ചത്, അല്ല ചങ്ങായിമാരെ, കുറെ അന്തംഗമികൾ ഉണ്ടല്ലോ യൂത്ത് ലീഗിലൊക്കെ, ഇനി ഈ പുരാവസ്തുവിനൊന്ന് മാറ്റിയിട്ട് വേറെ ഒരു പുരാവസ്തുവിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചൂടെ എന്ന് ചോദിച്ച പുരാവസ്തു ഇരിക്കുന്നുണ്ടോ പാർലമെന്റിൽ? ഒരക്ഷരം വേണ്ടിയില്ല, അറിയ പോലില്ല. ഉറങ്ങാണ്. രാജ്യസഭയിൽ ഉറങ്ങുന്ന ആളുകളെ മാത്രമേ അയക്കൂ എന്ന് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലേ, KP മജീദ് പണ്ട് മുതലേ ലീഗിൽ ചേർക്കുന്ന ആളാണ്. ഒരുപാട് കാലമായി MSF മുതൽ ഈ സാധനം ഉണ്ടാക്കാൻ നടക്കുന്ന ആളാണ്. KP മജീദിനൊരു മോഹം, എന്തായാലും ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ വംശനാശം വരും. 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് മ്യൂസിയം ഒക്കെ ഉണ്ടാവും, വലിയ എക്സിബിഷൻ ഒക്കെ ഉണ്ടാവും, ഉത്സവമൊക്കെ ഉണ്ടാവുമോ? അതിലൊരു പച്ചക്കൊടിയും അതിലൊരു നക്ഷത്രവും കാണും. അപ്പൊ ചോദിക്കും, ഇതെന്താ പാപ്പ? അപ്പൊ നമ്മള് പറഞ്ഞു കൊടുക്കണം, ഇതാണ് മോനെ ലീഗിന്റെ കൊടി. ഇതെന്താ പാപ്പ? ഇതാണ് മോനെ നട്ടലിന് നഷ്ടപ്പെട്ടു പോയ പ്രസ്ഥാനത്തിന്റെ കൊടി മോനെ. ഇത് പണ്ട് ഇങ്ങനെയായിരുന്നു, കുറച്ചാലം കഴിഞ്ഞപ്പോ ഇങ്ങനെയായി, ഇപ്പൊ ദേണ്ടേ ഇങ്ങനെയായി, മ്യൂസിയത്തിലായി. അപ്പൊ നമ്മുടെ മജീദ് സാഹിബിന് ഒരു ചെറിയ ആഗ്രഹം. എന്താഗ്രഹം? ഇനിയിപ്പോ എന്തായാലും ഇത് തീരാൻ പോവാണല്ലോ, ഒരേ കത്താണ്, എന്നാ 2 കഴുക്കോല് വലിച്ചാൽ അതെങ്കിലും ലാഭമാണല്ലോ, ഞാനൊന്ന് രാജ്യസഭയിൽ പോയിക്കോട്ടെ എന്ന് മജീദ് സാഹിബ് ചോദിച്ചു. ഭയങ്കര സന്തോഷം. ലീഗിലെ ഒരു വിഭാഗം പറഞ്ഞു, ആ മജീദ് ഇങ്ങ് പോയിക്കോ. ലീഗിലെ ഒരു വിഭാഗം പറഞ്ഞു, നീ പോകാൻ വേണ്ടി പാടില്ല. അതിന് മുജാഹിദിന്റെയും സുന്നീന്റെ ഒക്കെ പ്രശ്നമുണ്ട്, വേറെ കുഴപ്പം വേറെ ഉണ്ട്. മജീദ് മുജാഹിദ് ആശയക്കാരനാണ്, ഇപ്പുറത്ത് സുന്നികൾ ലീഗ് പിടിക്കാൻ നടക്കുകയാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, പണ്ടാരടങ്ങട്ടെ. പക്ഷേ മജീദിന്റെ ആഗ്രഹം സാധിപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ 90% ജില്ലാ കമ്മിറ്റികളും എന്ന് പറഞ്ഞാൽ 12 ജില്ലാ കമ്മിറ്റികളും തീരുമാനിച്ചു. ഇങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് പാണക്കാട്ടെ ആദരണീയനായ ശിഹാബ് തങ്ങളുടെ ആ തങ്ങളുടെ കബറും പുറത്ത് കൊണ്ടുപോയി ഒഴിഞ്ഞു കൊണ്ടുവന്ന മുളക് മരിയുവാണുമ്മ, നിങ്ങൾ കോണിക്ക് വോട്ട് ചെയ്യണം, ഇല്ലേ തങ്ങൾക്ക് പൊരുത്തം ഉണ്ടാവില്ല എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരൻ ഇനി തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത കഥ കേരളത്തിലെ ജനങ്ങളോട് പറയണ്ട. കേരളത്തിലെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ നടക്കുമ്പോഴാണ് ചെറിയ തങ്ങളുടെ പോസ്റ്റ് ഫേസ്ബുക്കിൽ. ഇപ്പൊ ഭയങ്കര കാലക്കേടാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ നാട്ടിലും ലീഗിന് സ്വാധീനത്തിലൊക്കെ ചായക്കടയിൽ ഒരു ചന്ദ്രിക, പുരയിൽ ഒരു ചന്ദ്രികയും വെച്ചാൽ 5 വയസ്സിന്റെ മേലെ ഒരു മനുഷ്യന്റെ ബുദ്ധിയും വളരാത്ത അവസ്ഥയിൽ ആ ചന്ദ്രിക വായിച്ചാലാകും. ഇപ്പൊ ഭയങ്കര കാലക്കേടാണ്. കൈന്റെ ചോട്ടിലാണ് സാധനം. ആൾക്കാർക്ക് ഇനിയിപ്പോ ചന്ദ്രികയിൽ വാർത്തെടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ കുത്തിയിട്ട് ഒരൊറ്റ വിടൽ വിട്ടാ ദുനിയാവിൽ മൊത്തത്തും ആകെ കാലക്കേടായിട്ടാ ലീഗുള്ളത്. സോഷ്യൽ മീഡിയക്ക് ഇപ്പൊ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ലീഗിന്. മുനവറലി തങ്ങളുടെ പോസ്റ്റ്, തങ്ങൾ പറഞ്ഞു എന്റെ ബാപ്പാക്ക് പൊരുത്തില്ല ഈ തീരുമാനം. പണ്ടേ ആയി ആ വഹാബ് എന്ന് പറയുന്ന ഹമുക്കിന് സീറ്റ് കൊടുത്തപ്പോ എപ്പോഴും ചോറ് വയ്ക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴൊക്കെ ഉപ്പ പറയും മോശമായിപ്പോയി, ആ ചങ്ങായിക്ക് കൊടുക്കണ്ടില്ലേ നീ എന്ന് എന്റെ ഉപ്പ പറയുമെന്ന് മുനവറലി തങ്ങൾ പോസ്റ്റ് ഇട്ടു. പക്ഷേ വഹാബിനെയും വിളിച്ചു, മജീദിനെയും വിളിച്ചു. എന്നിട്ട് വഹാബിനോട് പറഞ്ഞു, വഹാബെ നീയാണ് ഉസാറ്, ഈ ചങ്ങായി ഇരിട്ടിയിലെ, അതേപോലെ പാലോട്ട് പള്ളിക്കലെ, അതേപോലെ ഇവിടുത്തെ ചില സ്ഥലങ്ങളിലുള്ള യൂത്ത് ലീഗുകാരെ പോലെ പണ്ടേ ലീഗ് ഉണ്ടാക്കാൻ നടന്നു. ആര്? മജീദ്. പക്ഷെ വഹാബ് പോയി 4 കാശുണ്ടാക്കിയവനാണ് മിടുക്കൻ. ലീഗില് കാശുള്ളവനാണോ മിടുക്കൻ? വെറുതെ സിന്ദാബാദ് വിളിച്ച് പച്ച പായസവും കുടിച്ച് പച്ച കൊടിയും തലയിൽ വെച്ച് പച്ച റിബണും തലയിൽ കെട്ടി തുള്ളുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാര, വെറുതെ കിടക്കാൻ പോയിക്കോ, ഇല്ലെങ്കിൽ ലീഗിൽ നിനക്ക് സ്ഥാനം ഉണ്ടാവില്ല. വഹാബിന് കൊടുത്തു സീറ്റ്. പാണക്കാട്ടെ ആദരണീയനായ ശിഹാബ് തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത തീരുമാനമെടുത്ത ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് യാക്കൂബ് മേമൻ രാജ്യത്ത് തൂക്കിലേറ്റപ്പെടുമ്പോ മുസ്ലിം ലീഗ് ആണെങ്കിൽ
മുസ്ലിം ലീഗ് ആണെങ്കിൽ അതാണ് ഞങ്ങൾ പറയുന്ന രണ്ട് സംഗതിയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും അത്യാവശ്യമായി എടുത്തു കളയേണ്ടത് എന്നാണ് ഇപ്പോൾ അറിയപ്പെട്ടത്. ഒന്ന്, ശശികലയിൽ നിന്ന് ടീച്ചർ എടുത്തു കളയണം. മുസ്ലിം ലീഗിൽ നിന്ന് ആ മുസ്ലിമും എടുത്തു കളഞ്ഞാൽ കേരളം ഒട്ടുമിക്ക സംഗതികളിൽ നിന്ന് വൃത്തിയായി കിട്ടും. അങ്ങനെയാണ് ഇപ്പോ നമ്മൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. മുസ്ലിം ലീഗ് ആണെങ്കിൽ യാക്കൂബ് മേമന്റെ വധവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓൻ തീവ്രവാദിയാണ്, ആയിക്കോട്ടെ. രാജ്യത്ത് നടക്കുന്ന ഇരട്ട നീതിയുമായി ബന്ധപ്പെട്ട് എന്താണോ ലീഗർ അതിന്റെ അഭിപ്രായം? അതിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എന്നാൽ SDPI ഇന്ത്യയുടെ തെരുവുകൾ വരണ്ടുടങ്ങിയപ്പോ ശശി തരൂരിന്റെ ട്വീറ്റിലും പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവനയിലും രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ, രാജ്യത്തെ പത്രങ്ങളുടെ, രാജ്യത്തെ മാധ്യമങ്ങളുടെ പ്രതിഷേധം ഒതുങ്ങിയപ്പോ 31% RSSന് വോട്ട് ചെയ്തത്. 31% ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തത്. കോർപ്പറേറ്റുകൾ രാജ്യത്തിന്റെ മണ്ണിൽ 36,000 കോടിയിലധികം രൂപ ചെലവഴിച്ചപ്പോ കേവലം 31% വോട്ടിന്റെ ബലത്തിൽ മാത്രം രാജ്യം ഭരിക്കുന്ന സംഘപരിവാരത്തിന്റെ ആശയത്തോട് യാതൊരു തരത്തിലും പ്രതിബദ്ധതയില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തിലെ വലിയ ഒരു ജനവിഭാഗം വളരെ പ്രതീക്ഷയോടുകൂടെ നോക്കുകയായിരുന്നു രാജ്യത്തിന്റെ തെരുവുകൾ. ആരായിരിക്കും രാജ്യത്തിന്റെ തെരുവുകളിൽ? തിളങ്ങിയ കണ്ണുമായി, ചുരുട്ടിയ മുഷ്ടിയുമായി, വിരിഞ്ഞ മാറുമായി എല്ലാം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ആത്മാഭിമാനമാണ് ഞങ്ങൾക്ക് വലുത്. ആത്മാഭിമാനമാണ്, അവകാശമാണ്, നീതിയാണ്. ഇരട്ട നീതിക്കെതിരെ ചോദിക്കാനുള്ള ആർജവമാണ്, ചങ്കൂറ്റമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ടുണങ്ങിയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തെരുവുകളിൽ വിപ്ലവത്തിന്റെ ചുവട് വെക്കാൻ, ആണവത്തിന്റെ ചുവട് വെക്കാൻ, ആർജവത്തിന്റെ ചുവട് വെക്കാൻ ആരായിരിക്കും ഇന്ത്യയുടെ തെരുവിൽ ഉണ്ടാവുക? പ്രസ്താവന എന്നടോ വേണ്ടത്? ഏതെങ്കിലും സമരസപ്പെടലോ, ആരുടെയെങ്കിലും പിറകെ പോകലോ, തുനിഞ്ഞു നിന്ന് കൊടുക്കലോ എല്ലാ രാജ്യം ആഗ്രഹിക്കുന്നത്? രാജ്യത്തിന് വേണ്ടത് അതല്ല. ആരായിരിക്കും ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെരുവുകളിൽ വിപ്ലവത്തിന്റെ ചുവട് വെക്കുക എന്ന് സൂക്ഷ്മതയോടുകൂടെ രാജ്യത്തെ മനുഷ്യർ ഈ രാജ്യത്തേക്ക് നോക്കുമ്പോഴാണ് അങ്ങ് ഡൽഹിയുടെ നരേന്ദ്രമോദിയുടെ മൂക്കിനു താഴെ രാജ്യത്തിന്റെ 23 സംസ്ഥാനങ്ങളിൽ, ആസാമിന്റെ തെരുവുകളിൽ, കർണാടകയുടെ തെരുവുകളിൽ, ഈ രാജ്യത്ത് 6.5 വർഷം കൊണ്ട് ഈ വിപ്ലവ പാർട്ടി പ്രവർത്തിക്കുന്ന 23 സംസ്ഥാനത്തെയും തെരുവുകളിൽ ഏത് നരേന്ദ്രമോദി രാജ്യം ഭരിച്ചാലും, ഏത് മരണത്തിന്റെ വ്യാപാരി രാജ്യം ഭരിച്ചാലും, ഏത് ഭയത്തിന്റെ വ്യാപാരി രാജ്യം ഭരിച്ചാലും ഇതാ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെരുവുകളിൽ ചോദിക്കാൻ, പറയാൻ, വിപ്ലവത്തിന്റെ ചുവട് വെക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2009 ജൂൺ 21-ാം തീയതി ഈ രാജ്യത്തിന്റെ തെരുവിൽ ഈ വിപ്ലവ പ്രസ്ഥാനം ഉയർത്തിയ ഭയത്തിൽ നിന്ന് മോചനമെന്ന നിർഭയത്വത്തിന്റെ രാഷ്ട്രീയവുമായി രാജ്യത്ത് സിന്ദാബാദ് വിളിച്ച ഏക രാഷ്ട്രീയ പാർട്ടിയാണോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നിന്റെ പറകയല്ല ഞങ്ങള്, നിന്റെ പറകയല്ല ഞങ്ങള്. കണ്ടിട്ടില്ലേ നീ മ്യാൻമറിലെ മുസ്ലിങ്ങളെ? മനുഷ്യന്റെ സ്നേഹം പറ്റാത്ത പ്രസ്ഥാനമാണ് SDPI. പാരസ്പര്യത്തിന്റെ ഇടങ്ങൾ നഷ്ടപ്പെട്ടു പോവാത്ത പ്രസ്ഥാനമാണ് SDPI. ലോകത്തെവിടെയായാലും മനുഷ്യന്റെ വിവേചനത്തിന്, നീതി നിഷേധത്തിന്, ലോകത്തെ എവിടുത്തെ മനുഷ്യനായാലും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക്, വിശപ്പിന്, ഭയത്തിന് ഒരേ ഭാഷയാണ് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. എന്ന് പറഞ്ഞാൽ മ്യാൻമറിലെ മുസ്ലിങ്ങൾ, മ്യാൻമറിലെ റോഹിംഗ്യ മുസ്ലിങ്ങൾ ബുദ്ധൻ കരഞ്ഞപ്പോൾ, ബുദ്ധൻ വീണ്ടും കരഞ്ഞപ്പോൾ, ബുദ്ധൻ രാജ്യത്തിന്റെ, ലോകത്തിന്റെ മണ്ണിൽ നിന്ന് അസ്തമിച്ചു പോയപ്പോ ഒരു ബോട്ടിൽ അലയുകയാണ് രാജ്യത്തിന്റെ, ലോകത്തിന്റെ മുൻപിൽ കടലിൽ കുറച്ചു മനുഷ്യർ. ഒരു മനുഷ്യൻ മലർന്നു കിടക്കുക, എന്നിട്ട് ആ മനുഷ്യന്റെ വായിലേക്ക് മറ്റേ മനുഷ്യൻ മൂത്രമൊഴിച്ചു കൊടുക്കുക. പിന്നെ അയാൾ മലർന്നു കിടന്നിട്ട് തന്റെ ശരീരത്തിൽ ബാക്കിയാവുന്ന വിയർപ്പിന്റെ അവസാനത്തെ അംശവും മൂത്രമാക്കിയ ആ മനുഷ്യന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന കാഴ്ച കണ്ടിട്ടില്ലേ നമ്മള്? അവസാനം ശരീരത്തിലേക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോ സ്വന്തം സഹോദരനെ, സ്വന്തം മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ലാളിക്കുകയല്ല ചെയ്തത്. അവരുടെ കരുത്ത് ഞെരിച്ച് കടലിലേക്ക് എറിയുകയും തമ്മിലടിക്കുകയും ചാടി മരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഇന്ത്യ മഹാരാജ്യത്തെ, ലോകത്തെ തെരുവുകളിൽ വലിയ ദീനതയുടെ കാഴ്ചയായി മാറിയപ്പോ ഇന്ത്യയുടെ മണ്ണിൽ മ്യാൻമറിനെ നിലക്കു നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മ്യാൻമറിന്റെ എംബസിയിലേക്ക് മനുഷ്യത്വത്തിന്റെ കൊടി പിടിച്ച് മാർച്ച് നടത്തിയ പാർട്ടിയാണോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ? അല്ലാതെ നിന്നെ പോലെ ഏതെങ്കിലും 4 പഞ്ചായത്ത് മെമ്പർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന പാർട്ടിയല്ല. ഇവിടെയുണ്ട് 3 ആളുകൾ. കേരളം കഴിഞ്ഞാൽ, കൊച്ചിപ്പുറം ഗാനം കഴിഞ്ഞാൽ, ഫറൂഖ് പാലം കഴിഞ്ഞാൽ കേരളമുണ്ട് ചങ്ങായിമാരെ. മുസ്ലിങ്ങളുണ്ട്, അവിടെ മുസ്ലിങ്ങളുണ്ട്. നിങ്ങളെ ബഷീർ പറഞ്ഞില്ലേ, ഓർമ്മയില്ലേ? അങ്ങ് ആസാമിൽ കലാപുണ്ടായപ്പോ, മുസഫർ നഗറിൽ കലാപുണ്ടായപ്പോ ബക്കറ്റ് പിടിച്ചു ലീഗ്. എല്ലാ പള്ളിന്റെ മുമ്പിലും ബക്കറ്റ് പിടിച്ചു. എന്റെ നാട്ടിലെ ആലിക്കുണ്ട്. ആലിക്ക ചോദിച്ചു, മോനെ ലീഗ് ഇതാ നമ്മൾ നിങ്ങളെ ബക്കറ്റ് പൈസ ഇടാ,
അത് നമ്മളെ ഗുജറാത്ത് ഫണ്ട് പോലെ ആവുമോ? ഇല്ല, ആയിരിക്കാം, ഇല്ല. യൂത്ത് ലീഗിന്റെ നേതാവ് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നമ്മളിത് അവിടെ എത്തിക്കും. എല്ലാ ഫണ്ടും ചോദിച്ചു. കെ ടി ജലീൽ പറഞ്ഞ സുനാമി ഫണ്ടും ഗുജറാത്ത് ഫണ്ടും ആസാമിലേക്ക് തുണി കൊടുത്തത് പോലെയൊക്കെ ആവുമെന്ന് ചോദിച്ചു ലീഗുകാരോട്. ലീഗുകാർ പറഞ്ഞില്ല, ഇപ്രാവശ്യം നമ്മൾ കാര്യത്തിൽ തന്നെയാണ്. എല്ലാ പ്രാവശ്യവും കാര്യത്തിലാണല്ലോ പിരിച്ചത്, കൊടുക്കുന്നത് കാര്യത്തിലാണെന്നല്ല പറഞ്ഞത്. യൂത്ത് ലീഗുകാർ പറഞ്ഞു ഇപ്രാവശ്യം നമ്മൾ കാര്യത്തിലാണ്. ആരിക്ക നിങ്ങൾ റെഡി? 40 ലക്ഷം രൂപയാണ് ET മുഹമ്മദ് ബഷീർ സാഹിബിനോട് ഏഷ്യാനെറ്റ് ചാനലിന്റെ അവതാരകൻ വിളിച്ചിട്ട് ചോദിച്ചു, ബഷീറെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അത്ര. ആരോടെ ചങ്ങായിമാരെ നിങ്ങൾ പറയുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്നുണ്ടോ? എന്താ സാധനം? ഇന്ത്യ എന്ന് പറഞ്ഞാല് കുറെ സംസ്ഥാനമുണ്ട്, കുറെ സംസ്ഥാനത്ത് മനുഷ്യന്മാരുണ്ട്. വെറും കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നേരെ കയറി ഡൽഹി പോയി പാർലമെന്റിൽ പോകുന്നത് മാത്രമൊന്നല്ല ഇന്ത്യ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. 20% മുസ്ലിങ്ങളുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. നിങ്ങൾ മുസ്ലിങ്ങളെ പ്രശ്നം നോക്കിയാൽ മാത്രം മതി. അതാണല്ലോ നിങ്ങളെ പാർട്ടി, അതാണല്ലോ നിങ്ങളെ പാർട്ടി. നിങ്ങൾ മതേതര പാർട്ടിയാണെങ്കിൽ കൊടുക്കണോ? നിങ്ങൾ UC രാമന് നിങ്ങളെ പാർട്ടിന്റെ മെമ്പർഷിപ്പ് കൊടുക്കി. UC രാമന് നിങ്ങളുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പ്. MK മനോജ് കുമാറിനെ പോലെ നിങ്ങളുടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മനോജ് കുമാറിനെ പോലെ ഏതെങ്കിലും ഒരു ദളിതനെ, ഏതെങ്കിലും ഒരു പിന്നോക്കനെ, ഏതെങ്കിലും ഒരു അയ്യങ്കാളിയുടെ പിന്മുറക്കാരനെ നീ പിടിച്ച് നിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്ക്. ഒലക്കെ ഇരുത്തും കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത്. ഇരുത്തൂല. ഞങ്ങൾക്കറിയാം, തങ്ങളുടെ അടുത്ത്, കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത്, മുനീറിന്റെ അടുത്ത്, കുമ്മനം ഷാജിയുടെ അടുത്ത് നിങ്ങൾ ഇരുത്തില്ല ദളിതനെ, ആദിവാസിയെ, പിന്നോക്കനെ. 1948 മുൻപ് അങ്ങ് രാജാജി ഹാളിൽ ഉണ്ടാക്കിയ മുസ്ലിം ലീഗിന് മുൻപ് ലാൽ ബഹദൂറും പട്ടം നേടിയവരാണ് നിങ്ങളുടെ നേതാക്കന്മാർ. ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും അവസാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്ക് നിരന്തരമായി പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഏതെങ്കിലും മതസംഘടനകളോട് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല. പക്ഷേ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ നിരന്തരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന SKSSF എന്ന് പറയുന്ന സംഘടനയുടെ മുഖപത്രമായ കേരളത്തിലെ സത്യധാര എന്ന് പറയുന്ന മുഖപത്രത്തിൽ ലേഖനം എഴുതിയില്ലടോ നിങ്ങൾ? പറയുന്ന മുസ്ലിം ലീഗിന്റെ അഭിപ്രായം 16-ാം തീയതി മതേതര സംഗമം നടത്തുമ്പോ, രാജ്യത്ത് മതേതര സംഗമം നടത്തുമ്പോ ഇരുട്ടിയിൽ വന്നിട്ട് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പുലമ്പുന്നതിന്റെ മുൻപ് സത്യധാരയുടെ ലേഖനത്തിൽ എന്താണ് യൂത്ത് ലീഗുകാരന്റെ അഭിപ്രായം? 1921 ഞങ്ങൾ ഊരിയ വാള് ഇതുവരെ ഉറയിരിട്ടിട്ടില്ല എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഉമർ ഖാലിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉമർ ഖാലിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മമ്പുറത്തെ ഫസൽ പൂക്കോയ തങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എപ്പോഴാ മമ്പുറത്തെ ഫസൽ പൂക്കോയ തങ്ങള് ദേശീയവാദിയായിരുന്നു? ആ ദേശീയവാദത്തെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് എപ്പോഴായിരുന്നോ? മുസ്ലിം ലീഗുകാരാ നിങ്ങൾ? ഞങ്ങൾ പറഞ്ഞു തരാം. മമ്പുറത്തെ ഫസൽ പൂക്കോയ തങ്ങളെ മലപ്പുറത്തിന്റെ തെരുവുകളിൽ വീണ്ടും പുനർജനിപ്പിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. രാജ്യം കോർപ്പറേറ്റുകൾ ഭരിക്കുമ്പോ, രാജ്യത്തൊക്കെ സാമ്രാജ്യ ശക്തികൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ, RSS എന്ന് പറയുന്ന സംഘപരിവാര ആശയത്തിന്റെ, മനുവാദ ആശയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തേക്ക് കോർപ്പറേറ്റുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ 450 വർഷക്കാലമാണ് ഇന്ത്യയുടെ തെരുവുകളിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് എങ്കിൽ, ഇന്ത്യയുടെ തെരുവ് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്, ഇന്ത്യയുടെ തെരുവുകൾ ഒരു വിപ്ലവ മുന്നേറ്റത്തിന്, ഇന്ത്യയുടെ തെരുവുകളിൽ അനിവാര്യമായ ഒരു പോരാട്ടത്തിന് ചുവടുവെക്കുമ്പോ അനന്തരമെടുക്കണം മമ്പുറത്തെ ഫസൽ പൂക്കോയ തങ്ങളെ. അനന്തരമെടുക്കണമടോ, മറന്നുകളയുകയല്ല വേണ്ടത്. മലബാറിന്റെ തെരുവുകളിൽ, കേരളത്തിന്റെ തെരുവുകളിൽ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ചിന്തകൻ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ തകർത്ത് വീഴപ്പെട്ടപ്പോ അത് മിത്താണ്, രാമജന്മഭൂമി ഒന്നുമായിരുന്നില്ല എന്ന് അഭിമാനത്തോടുകൂടെ വിളിച്ചു പറഞ്ഞ പണിക്കൻ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച മമ്പുറം തങ്ങളുടെ ലോകം എന്ന് പറയുന്ന സെമിനാറിൽ മലപ്പുറത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് മമ്പുറത്തെ ഫസൽ പൂക്കോയ തങ്ങളും ഉമർ ഖാദിയും വാരിയംകുന്നനുമൊക്കെ കേരളത്തിലെ വലിയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാന്മാരായിരുന്നു എന്ന് ആർജവത്തോടുകൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇന്ന് മലപ്പുറം ആഗ്രഹിക്കുന്നത്, കേരളം ആഗ്രഹിക്കുന്നത് മമ്പുറത്തെ ഫസൽ പൂക്കോയ തങ്ങന്മാരെയാ. അല്ലാണ്ട് പ്രസ്താവന ഇളക്കുന്ന ആളുകളെയല്ല, പ്രസ്താവന ഇളക്കുന്ന ആളുകളെയല്ല, തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഫോട്ടോ വെച്ചിട്ട് വോട്ട് പിടിക്കുന്ന ആളുകളെയല്ല കേരളവും രാജ്യവും ആഗ്രഹിക്കുന്നത്.
അപകടകരമായ നിലയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാ. വലിയ ഒരവസ്ഥയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാ. അപ്പോ മമ്പുറത്തെ ഫസൽ പൂക്കോയ തങ്ങൾ, ഞങ്ങൾ അഭിമാനത്തോടുകൂടെ അനന്തരമെടുക്കുന്ന തങ്ങന്മാർ, ഞങ്ങൾ അഭിമാനത്തോടുകൂടെ അനന്തരമെടുക്കുന്ന മനുഷ്യൻ, വെള്ളക്കാരൻ നിന്നെ അനാവശ്യമായി എടാ എന്ന് വിളിച്ചാൽ പോടാ എന്ന് പറയണമെന്ന് പഠിപ്പിച്ച മഹാനായ മമ്പുറത്തെ ഫസൽ പൂക്കോയ തങ്ങൾ. ആ ഫസൽ പൂക്കോയ തങ്ങളെ മലപ്പുറത്തിന്റെ മണ്ണിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സ്നേഹത്തിന്റെ പര്യായമായി ഫസൽ പൂക്കോയ തങ്ങൾ പുനരവതരിപ്പിക്കപ്പെട്ടപ്പോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കേരളത്തിന്റെ തെരുവുകളിൽ വീണ്ടും ഫാസിസവും സാമ്രാജ്യത്വവും കോർപ്പറേറ്റുകളും ഒക്കെ രാജ്യം ഭരിക്കുമ്പോ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചപ്പോ മുട്ടുമടക്കി അതേപോലെ തന്നെ നെഞ്ചു താഴ്ത്തി വെച്ച് നട്ടലു താഴ്ത്തി വെച്ച് മമ്പുറത്തെ ഫസൽ പൂക്കോയ തങ്ങളും വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയും ധീരതയുടെ പ്രതീകമായ ചേക്കുട്ടിയുടെ തലകറുത്ത രാജ്യത്ത് RSSന്റെ ആശയത്തെ, സംഘപരിവാരത്തിന്റെ ആശയത്തെ, കോർപ്പറേറ്റുകളുടെ ആശയത്തെ ഈ രാജ്യത്ത് പുനരാവിഷ്കരിക്കാൻ, അവർക്ക് വിടുപടി ചെയ്യാൻ, രാജ്യത്ത് ഒറ്റുകൊടുക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സമര സേനാനിയെ പോലും ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണിൽ സംഭാവന ചെയ്യാത്ത RSSന്റെ സംഘപരിവാരത്തിന്റെ പുറകെ പോകുന്ന ചില ആളുകളോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വളരെ കൃത്യമായി പറയാനുള്ളത്, ഞങ്ങൾ അനന്തരമെടുത്തത് വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയെയാണ്. വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി ഇന്ത്യ മഹാരാജ്യത്തിന്റെ മണ്ണിൽ ഏറ്റവും വലിയ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യനാ. ചേക്കുട്ടി എന്ന് പറയുന്ന സ്വന്തം സമുദായത്തിലെ പോലീസുകാരന്റെ തലകറുത്ത് വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി കോട്ടക്കുന്നിലെ മൈതാനിയിൽ പരസ്യമായി കെട്ടിത്തൂക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ, ഈ രാജ്യത്തിന്റെ അഭിമാനത്തെ, ഈ രാജ്യത്തിന്റെ ഈ മണ്ണിന്റെ 1921 കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത സ്വന്തം സമുദായക്കാരൻ ചേക്കുട്ടിയോട്, എടാ ചേക്കുട്ടി, നീ മുസ്ലിം ആണെങ്കിലും രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലവെട്ടി കോട്ടക്കുന്നിലെ മൈതാനിയിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് എങ്കിൽ പൊതുബോധം പേറി രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന ചേക്കുട്ടി രാഷ്ട്രീയ പാർട്ടികളോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നു, വാര്യംകുന്നന്മാരെ അനന്തരമെടുക്കണം എന്ന് തീരുമാനിച്ച പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഒരു സംശയം വേണ്ട. ആരെയെങ്കിലും പ്രീണിപ്പിക്കാനും ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനുമാണെങ്കിൽ ഞങ്ങളുടെ പിറകെ നടക്കുന്നത് എങ്കിൽ നല്ല ഭാഷയിൽ പറഞ്ഞേക്കാം, ഞങ്ങളുടെ പിറകെ വരണ്ട, ഞങ്ങളുടെ പിറകെ നടക്കണ്ട. ഞങ്ങൾക്ക് നിങ്ങളോട് തായം കളിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായമില്ല. എന്താ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം? എന്താണോ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം? കേരളത്തിന്റെ മണ്ണിൽ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയെ കുറിച്ച്, മമ്പുറത്തെ ഫസൽ പൂക്കോയ തങ്ങളെ കുറിച്ച്, ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണങ്ങളിൽ ജീവനും ജീവിതവും അർപ്പിച്ച മനുഷ്യരെ കുറിച്ച്, ധീര ദേശാഭിമാനികളെ കുറിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണ് എന്ന് ഞങ്ങൾക്ക് മറുപടി തരണം. വെറുതെ അടി വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലാവാം, വെക്കാം, പിന്നെ അവസാനം ഫൗള് കളിച്ചു എന്ന് പറയരുത്. അതിന് വെല്ലുവിളിക്കാൻ നിങ്ങൾ ഇനി വരണ്ട. ഏറ്റെടുത്തിരിക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇരുട്ടിയിലെ പഞ്ചായത്തിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് വരാം, എന്നിട്ട് നമുക്കൊരു ഗ്രൗണ്ടിൽ അപ്പുറം വരവരക്കാം. ഏറ്റെടുത്തിരിക്കുന്നു SDPI. പിന്നെ ഒരു കാര്യം പറയാം, അവസാനം സുല്ല് ഞാനൊന്ന് കിടക്കട്ടെ, ഇത് ഫൗളാണ് എന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. നമുക്ക് പിന്നെ നിർത്തുന്ന ശീലം നമ്മക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഫൗള് വിളിക്കരുത്, റഫറി ഉണ്ടാവൂല, വിസിലും അടിക്കരുത്. സംഗതി കളിയങ്ങ് മാറും മക്കളെ. ഇത് CPM അല്ല, ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. മരിക്കാൻ തീരുമാനിച്ച് വലത്ത നെഞ്ചിലേക്ക് കൈ ചേർത്തു വെച്ച് ജീവനും ജീവിതവും കൃത്യമായി കേട്ടോ, ജീവനും ജീവിതവും നാലാത്ത കുട്ടികൾ ഇന്ന് ജയിലിൽ കൊടുക്കുന്ന ജീവിതം, അതേപോലെ തന്നെ അങ്ങ് മൂവാറ്റുപുഴയിലെ കുട്ടികൾ ഈ കൊടി പിടിച്ചതിന്റെ പേരിൽ മാത്രം കൊടുത്ത ജീവിതം, ഞങ്ങളുടെ നെരുവമ്പായിലെ പ്രിയപ്പെട്ട ബഷീർ സാഹിബ് കാലിലൂടെ കൊടുത്ത ജീവിതം, ഞങ്ങളുടെ പാലക്കാട്ടെ ഖാജ ഹുസൈൻ സാഹിബ് തന്റെ ശരീരത്തിൽ ഒത്തുവീണ രക്തത്തിലൂടെ ഇന്നും കൃത്യമായി കൈമടക്കാൻ സാധിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജീവിതം, അങ്ങ് മലപ്പുറത്തെ വെളിയങ്കോട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഷീർ സാഹിബ് CPM-കാരന് കൈനീട്ടി കൊടുത്ത് വെട്ടിക്കോ എന്ന് പറഞ്ഞു കൊടുത്ത ജീവിതം, 303-ലധികം തുന്നുകളുമായി മലപ്പുറത്തിന്റെ മണ്ണിൽ ജീവിക്കുന്ന മുസ്തഫയുടെ വെളിയങ്കോടിന്റെ മണ്ണിൽ ജീവിക്കുന്ന മുസ്തഫയുടെ ജീവിതം അറിയണോ? ജീവൻ ഞങ്ങളുടെ ഫസൽ സാഹിബിന്റെ ജീവൻ, സൈനുദ്ദീൻ സാഹിബിന്റെ ജീവൻ അങ്ങ് കാസർഗോഡിന്റെ മണ്ണിൽ
മറവിൽ രാത്രി ഒളിഞ്ഞിരുന്ന് സംഘപരിവാരത്തിന്റെ പ്രവർത്തകര് ബാപ്പയുടെ മടിയിലിട്ടിട്ട്, മനസ്സിലാക്കിക്കണോ, ബാപ്പയുടെ മടിയിലിട്ടിട്ട് രാത്രിയുടെ മറവിൽ കൊന്നുകളയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് തന്റെ വിശ്വാസം മുറുകെ പിടിച്ചിട്ട് ഇത് പറയുമ്പോ നിങ്ങൾ ഏതെങ്കിലും മതത്തെ പ്രതിനിധീകരിക്കുന്നില്ല. പക്ഷേ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തങ്ങളോട് എപ്പോഴും ദൈവ പറയും, എനിക്ക് രക്തസാക്ഷിയാവണം, രക്തസാക്ഷിത്വമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ രക്തസാക്ഷിത്വം തനിക്ക് എത്തിച്ചു കൊടുത്തപ്പോ ആ രക്തസാക്ഷിത്വത്തിലേക്ക് മടങ്ങുമ്പോ ഉപ്പ എന്ന് വിളിച്ചു കരയുകയല്ല, സഖാവ് വിളിക്കാറില്ലേ തൂക്കുമരത്തിലേറുമ്പോഴും അങ്ങനെ അമ്മേ എന്ന് വിളിക്കാതെ ഇൻകുലാബ് വിളിച്ചു എന്ന് പറയുന്നത് പോലെ ഉപ്പ എന്ന് വിളിച്ചു കരഞ്ഞിട്ടില്ല സൈനു. അങ്ങനെ സൈനു കൊടുത്ത ജീവിതം, അങ്ങനെ ജീവനും ജീവിതവും എത്ര വേണമെങ്കിലും നാടിനും പ്രസ്ഥാനത്തിനും വേണ്ടി സമർപ്പിക്കാമെന്ന് വലത്തെ നെഞ്ചിലേക്ക് കൈവച്ച് നീവൻ ഇങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചിറങ്ങിയ ഈ വിപ്ലവ സംഘത്തോട് മുട്ടാൻ വരുമ്പോ ആലോചിച്ചിട്ട് മതി. ആള് കൂടുമ്പോ നല്ല ആവേശം ഉണ്ടാവും, ആള് കൂടുമ്പോ നല്ല ആവേശം ഉണ്ടാവും. ഭൂമിക്ക് കാറ്റടിച്ച് നടക്കുമ്പോ പിന്നെ ഇങ്ങനെ നടക്കേണ്ടി വരും. SDPക്കെതിരെ SDPനെ വെല്ലുവിളിക്കുമ്പോ വലിയ സുഖമൊന്നും ഉണ്ടാവൂല. ഇത് ആവേശമല്ല, ഇതാള് കൂടിയ ആവേശമല്ല. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സ്റ്റേജിൽ നിന്നിട്ട് പുറത്തു വെക്കുമ്പോ എന്റെ നാട്ടിലെ CPM-മാര് പറയും അതാണെങ്കിൽ പോത്തും അതേപോലെ തന്നെ സംഘടിച്ച ലീഗുകാരും വരുമ്പോ ഒരു 5 മിനിറ്റ് ആലോചിച്ചാൽ മതി, അത് കഴിയുമ്പോ മാറും, പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ കാസർഗോഡ് രാംദാസ് പോത്തൻ 1500 വട്ടം പറഞ്ഞു ലീഗിനോട് പണക്കാട്ടെ ഹൈദരലി തങ്ങൾക്ക് സ്വീകരണം, MK മുനീർ സാഹിബിന് സ്വീകരണം. ആരാ MK മുനീർ? CH-ന്റെ മോന്. ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലക്കടവിലെ ഫൈസി മുസ്ലിം വിരുദ്ധനാണ് എന്ന് ലേഖനം എഴുതിയ വേറൊരു സാധനം. എന്റെ നാട്ടിലൊരു മൊയ്തുണ്ട്, വണ്ടി കച്ചവടക്കാരൻ മൊയ്തു. അയാളാണ് ഏറ്റവും കൂടുതൽ ചെക്ക് കേസിലെ പ്രതി. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ മുനീർ സാഹിബ് അത് ആ റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല ഇന്ത്യ വിഷൻ ചാനല് ഒരു ദിവസം കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു വലിയ പൊഹ നമ്മൾ അന്വേഷിച്ചു. ഇതിപ്പോ എന്താ പറ്റിയത്? പെട്ടെന്ന് പൊഹ മാത്രം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കൂലി കൊടുത്തിട്ടില്ല ചാനലിലെ പണിക്കാർക്ക്. വണ്ടി ചെക്ക് കൊടുത്തു. ഇവരൊക്കെയാണ് ഇസ്ലാം പറയുന്നത്, ദീന് പറയുന്നത്, ആയത്തോന്നുന്ന ഹദീസ് ഓതുന്ന നമ്മളെ പഠിപ്പിക്കുന്ന പോടോ. ആദ്യം പോയി പണിക്കാർക്ക് കൂലി കൊടുക്ക്, എന്നിട്ട് നിങ്ങൾ SDPനെ പഠിപ്പിച്ചാൽ മതി. ഒരു പൊഹ മാത്രം, കൂലി കൊടുത്തിട്ടില്ല. ആൾക്കാർ ഇത് ഓഫാക്കി പരക്ക് പോയി. കേരളത്തിന്റെ മണ്ണിൽ MK മുനീർ സാഹിബ് അടക്കമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഞങ്ങൾക്ക് ഈ നേതൃത്വം കൊടുക്കുന്ന ഇത്തരം ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഞങ്ങൾക്ക് വളരെ പറയാനുള്ളത്, ഞങ്ങളോട് മുട്ടാൻ വരുമ്പോ വളരെ ആലോചിച്ചിട്ട് മതി. ഞങ്ങൾ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനോ ഏർപ്പെടുന്ന ആളുകളല്ല. കേരളത്തിന്റെ മണ്ണിൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന രാഷ്ട്രീയത്തിന് കൃത്യമായ മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത്. രാഷ്ട്രീയമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടിക്കിട്ട് കാര്യമില്ല. ബാക്കി കേരളത്തിലെ കാസർഗോഡിന്റെ മണ്ണിൽ ഇന്നലെ പ്രസംഗം കേട്ടു. ഏതോ SIനെ എടുത്ത് വളവട്ടണത്തെത്തിച്ചത്രേ. ആടുന്ന SIനെ എടുത്ത് പിന്നെ ഇവിടെ എത്തിച്ചു. ഇവിടുത്തെ SI 2 ദിവസമായി ചോറും വയ്ക്കുന്നില്ല, മൂത്രം വയ്ക്കുന്നില്ല. ഈ ചങ്ങായിനെ പേടിച്ചിട്ടേ നീ ഇങ്ങോട്ടാ കൊണ്ടുപോകാന്ന് പറയാൻ വേണ്ടി പറ്റൂലോ. ഈ സാധനത്തിനെ പേടിച്ചിട്ട് ആരോടാ നിന്റെയൊക്കെ ഗീർവാണോ കേൾക്കാൻ? തലയിൽ ആൾപ്പാർപ്പില്ലാത്ത കുറെ എണ്ണം മുമ്പിൽ വന്നിരുന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് എന്തു പറയാ? കാസർകോട്ട് രാംദാസ് പോത്തൻ ആന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് അടങ്ങ്, ഒന്ന് പെണ്ടാരം അടങ്ങും, നിങ്ങള് കുരുത്തക്കേട് കളിക്കല. ഇത് സംഘം കൂടിയ ഭയങ്കര ആവേശാണ്. ആ ആവേശാണല്ലോ രാജേഷിനെയും ജയരാജനെയും തടഞ്ഞു വെച്ചത്. ജയരാജനെയും തടഞ്ഞു വെച്ച ആവേശം ഷുക്കൂറിനെ 2.5 മണിക്കൂർ തടഞ്ഞു വെച്ചപ്പോ ഉണ്ടായില്ലല്ലോ. പോവില്ല. വെല്ലുവിളിക്കുമ്പോ ആലോചിച്ചിട്ട് വിളിച്ചാ മതി. പിന്നെ സ്വന്തം ഉണ്ടാവും, തിരിഞ്ഞു നോക്കുമ്പോ MT ആയിരിക്കും. നല്ലോണം ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മണ്ണിൽ, കാസർഗോഡിന്റെ മണ്ണിൽ കൈതക്കാട്ട് ഷഫീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വേണ്ടി വെച്ചു കൊടുത്തു രാംദാസ് പോത്തൻ. എന്തായിരുന്നു സാഹചര്യം? മറുപടി പറ നിങ്ങൾ. പ്രകോപനം, അനാവശ്യ പ്രകോപനം. വെട്ടിയങ്ങ് ആകാശത്തേക്ക് പൊട്ടിയപ്പോ കൊക്ക് കൂട്ടുന്നു പായണ മാതിരി മുഴുവൻ ലീഗരോടി ഒരൊറ്റ ഒന്നും നിന്നില്ല. കിട്ടി ഷഫീഖിന്. ആ സാധു മരിച്ചു, രക്തസാക്ഷിയായി. അസ്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, രാമട്ടൻ ബാപ്പയെ പോലെയാണ് എന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രസംഗം കേൾക്കുന്നുണ്ട് എങ്കിൽ മറ്റന്നാൾ 6-ാം തീയതി നീ ഇവിടെ ഇരുന്ന് കുമ്മനം ഷാജിയുടെ മുൻപിലിരുന്ന് കൈകൊട്ടി കൊടുക്കരുത്.
നീ വലിയ 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 തരത്തിലുള്ള ഒരു ഉപദ്രവമാണ് ഈ സമുദായത്തോട് ചെയ്യുന്നത്. എന്താ ഷാജിയുടെ പശ്ചാത്തലം? വെറുതെ പിന്നെ കള്ള് വിൽക്കുന്നവന്റെയും അതേപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കടത്തുന്നവന്റെയും ഒക്കെ പറയപ്പോവും. അതാണ് പശ്ചാത്തലം. രാമേട്ടൻ എനിക്ക് ബാപ്പയെ പോലെയാണ്. ആരാ രാമേട്ടൻ അറിയുമോ? അസീമാനന്ദ സ്വാമിയെ യൂത്ത് ലീഗിലെ അസീമാനന്ദ സ്വാമി അറിയോ? അയാൾ ഇന്ന് ജയിലാ. എന്തിനാ അയാൾ ജയിലിൽ പോയത്? അയാൾ പഞ്ചായത്തിൽ നിന്ന് കുടുംബശ്രീന്റെ കോയിനെ കട്ടിട്ടൊന്നല്ല. മക്കാ മസ്ജിദിലെയും അജ്മീർ ദർഗയിലെയും ഒക്കെ സ്ഫോടനം നടത്തി മുസ്ലിങ്ങളുടെ തലയിൽ അത് കെട്ടിവെച്ച് മെനിയാൻ അന്തംഗം ഇവിടുന്ന് പ്രസംഗിച്ച ലഷ്കർ-ഇ ത്വയ്ബയാണ്, പിന്നെ വേറെന്തൊക്കെയോ സാധനമാണ് എന്ന് രാജ്യത്ത് പറഞ്ഞു പരുത്തി മുസ്ലിങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോവുകയും വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊന്നുകളയുകയും ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയ, രാജ്യത്തെ സ്ഫോടനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അസീമാനന്ദ സ്വാമിയുടെ ഒരു സംഘടനയുണ്ട്. മറുപടി പറയട്ടെ, മുസ്ലിം ലീഗ് യൂത്ത് ലീഗ്. അസീമാനന്ദ സ്വാമിയുടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേര് വനവാസി കല്യാൺ എന്നാണ്. ആ വനവാസി കല്യാണിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റ് രാമൻ 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ അയോധ്യയിൽ തകർന്നു വീണപ്പോ കണിയാമ്പറ്റ പഞ്ചായത്തിൽ നിന്ന് കർസേവകനായി പോകാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം തിരഞ്ഞെടുത്ത രാമൻ, ആ രാമന്റെ അടുത്ത് നിർത്തിയിട്ടാണ് ബാപ്പ എപ്പോഴും പോകാറുള്ളത് എന്ന് പറയുന്ന ഈ സാധനമുണ്ടല്ലോ. ഈ സാധനത്തിന്റെ മുൻപിൽ പോയി നീ ഇരുന്ന് കൊടുക്കരുത് ചെറുപ്പക്കാരാ. ഇത് പറയുമ്പോ നിങ്ങൾക്ക് വർഗീയതയാണ് എന്നൊക്കെ തോന്നും. അത് നിങ്ങളുടെ പിറവിന്റെ കുഴപ്പമാണ്, നമുക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെ ഒന്ന് തോന്നുന്ന ആളുകൾക്ക് പിറവിന്റെ കുഴപ്പമാണ്. പറയേണ്ടത് വളരെ കൃത്യമായി പറയുക എന്ന ഉത്തരവാദിത്തമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പരിപാടി? എന്താണ് നിങ്ങളുടെ പരിപാടി? നിങ്ങൾ കണ്ടിട്ടില്ലേ യൂത്ത് ലീഗിന്റെ ജാഥ? ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് ജാഥ, അതിപ്പോ ഒരു പുതിയ സംഭവ വികാസമാണ് നാട്ടിൽ. എല്ലാവരും ജാഥ നടത്ത കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. അവിടെയാണല്ലോ നിയമസഭാ മന്ദിരവും. നമ്മളെ ഇപ്രാവശ്യം ഓണം നേരത്തെയാണ് വന്നത് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഭയങ്കര വകുപ്പാണ് ലീഗിന്റെ വകുപ്പ്. ലോകത്തെ ഏറ്റവും വലിയ മണ്ടനായ വിദ്യാഭ്യാസ മന്ത്രിയായി കേരളം തെരഞ്ഞെടുത്തൊരു നാലകത്ത് സൂപ്പിനെയായിരുന്നു. തിരുവനന്തപുരത്തെ ഒരു എക്സിബിഷന് പോയിട്ട് അരയന്നത്തെ കണ്ടപ്പോ താറാവിനെന്താ ഇത്ര മുഞ്ചി എന്ന് പുരോധിച്ച അന്തംഗം ഈ നാലകത്ത് സൂപ്പി. ഇപ്പൊ റെക്കോർഡ് ഭേദിച്ചല്ലോ അബ്ദുറബ്. ഇപ്പൊ റെക്കോർഡ് ഭേദിച്ചല്ലോ. ഇന്നലെ കുഞ്ഞോത്ത് 6 സ്കൂള് അടച്ചു പൂട്ടിയപ്പോ കുട്ടികൾ റോട്ടിൽ ഇരുന്നിട്ട് ചോദിക്കുന്നു, റബ്ബേ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുക, റബ്ബേ ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരാഴ്ച മുമ്പേ തിരുവനന്തപുരത്തെ കുറച്ച് സ്കൂൾ മാനേജ്മെന്റിലെ ആളുകൾ പോയത്ര റബ്ബിന്റെ അടുത്ത്. എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഇപ്രാവശ്യത്തെ ഓഗസ്റ്റ് 15 ഒന്ന് അടുത്ത ജനുവരിയിലേക്ക് മാറ്റി തരണം. റബ്ബി ചോദിച്ചു, നിങ്ങൾ ആളെ കളിയാക്കാം? റബ്ബി ചോദിച്ചു ആളെ കളിയാക്കാമെന്നാണോ? അപ്പോഴാണ് റബ്ബിനോട് ഇവര് ചോദിച്ചത്, ഇങ്ങനെ റബ്ബെ കഴിഞ്ഞ ആഴ്ച പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത് ഓണം നേരത്തെയാണ് എന്ന് പറഞ്ഞത് മാവേലിന്റെ ബാല്യം പോലും പുകച്ചുപോയി. വിദ്യാഭ്യാസ വകുപ്പ് പുസ്തകം അച്ചടിച്ചു കൊടുത്തില്ല. എന്നിട്ട് പറയാ ഓണം നേരത്തെയാണ് വരിക. മാവേലിക്ക് കൺഫ്യൂഷനായി. മാവേലി 11 മണിക്ക് എത്തിയത്. വിദ്യാഭ്യാസ മന്ത്രിയല്ല പറയുന്നത്, പ്രബുദ്ധ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പറയുന്നത് ഓണം നേരത്തെയാണ് വരുന്നത്. മാവേലി പാതാളത്ത് നൊട്ടാകെ ഹലാക്കായി. ഇതിപ്പം കുടുങ്ങിയോ പടച്ചോനെ? ആ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി, പ്രബുദ്ധ കേരളത്തിന്റെ സാക്ഷര കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു ഓണം കുറച്ച് നേരത്തെയാണ്. സാധാരണ വരുന്ന സമയത്തല്ല വന്നെങ്കിൽ മാവേലിക്കും പ്രശ്നമാവൂലേ? നോക്കുമ്പോ നമ്മുടെ റബ്ബിന്റെ അന്തക്കേടാണ്, അബ്ദുറബിന്റെ അന്തക്കേടാണ്. പുസ്തകം കൊടുത്തിട്ടില്ലെങ്കിൽ ഓണത്തിന് പറയാ ഇതൊന്നൊരു ഒതിയാർക്കാണ്. ഇത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇത് ഭയങ്കര മോശമാണ്. ഇമാതിരി അന്തക്കേട്. ഇനിയിപ്പോ ക്രിസ്മസ് നേരത്തെ വരുമെന്ന് അള്ളാഹുവല്ലോ. കാരണം 2ാം ഘട്ടം ബുക്ക് കിട്ടിയിട്ടില്ലല്ലോ. 2ാം തവണ ബുക്ക് കിട്ടിയിട്ടില്ല ആർക്കും. ക്രിസ്മസിന് നേരത്തെ വരുമോ എന്ന് നമ്മൾ അറിയൂല. വലിയ പെരുന്നാളിന് പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് നല്ല ഗുണമായി. വേറൊരു കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്, ഓണം ഹിന്ദുക്കളെ മാത്രമാണ്. അങ്ങനെയാണ് എന്റെ വീട്ടിലെ എന്റെ പങ്ങളെ കുട്ടി ചോദിച്ചത്, എന്നാ പിന്നെ ഓണപ്പരീക്ഷ ഹിന്ദുക്കൾ മാത്രം എഴുതിയാൽ മതിയല്ലോ. എന്നാ പിന്നെ ഓണപ്പരീക്ഷ ഹിന്ദുക്കൾ മാത്രം എഴുതിയാൽ മതിയല്ലോ. അത് വേറൊരു കൂട്ടര്. ഓണം വേറെ ആരും ആഘോഷിക്കണ്ട, ഇല്ല വേണ്ട, ഓണപ്പരീക്ഷ ഓണം ഹിന്ദുക്കളുടേത് മാത്രമാണ്. അങ്ങനെ പറഞ്ഞൊരു വേറൊരു കൂട്ടര്. ഓണം നേരത്തെയാണെന്ന് പറഞ്ഞിട്ട് വേറെ കൂട്ടര്. നാട്ടിലെ പ്രശ്നമൊന്നും ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും നേരില്ല. ഞാൻ പറഞ്ഞത് ആ തിരുവനന്തപുരം, KM മാണിയുടെ തിരുവനന്തപുരം, ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരം, ബാറ്, കോഴ, കള്ള്, സരിത ഒന്നും പറയണ്ട. ഇമ്മാതിരി ഒരു ഭരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇമ്മാതിരി ഒരു ഭരണം ലീഗാണ് പിന്തുണക്കുന്നത്, ലീഗാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെയായിരിക്കും.